ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 1,00,000 റുപ്പീസ് സ്റ്റൈഫൻഡോട് കൂടിയാണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോ ഇന്ത്യക്ക് കഴിയുമ്പോഴും ഇവിടുത്തെ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ കുറച്ചും കൂടി ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ ഒരുവിധം ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിറങ്ങി നിൽപ്പുണ്ട് മാർക്കറ്റിൽ. ഓൾറെഡി ഒരു B2 ഫുൾ മൊഡ്യൂൾ ഉള്ളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു B1 ഫുൾ മൊഡ്യൂൾ ഉള്ള സ്റ്റുഡൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ബ്രഷപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ബ്രഷപ്പ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഇൻ്റർവ്യൂവിന് സഫർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണുക, ലിസണിങ്സ് ഒക്കെ കേൾക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ എപ്പോഴും ആ ഒരു ലാംഗ്വേജ് ആയിട്ട് ഫെമിലിയർ ആയിരിക്കത്തുള്ളൂ. ഓൾറെഡി പാർഷ്യൽ മൊഡ്യൂൾസ് ഉള്ള സ്റ്റുഡൻസ് നാട്ടിലുണ്ട്. ഇപ്പോൾ B2, 2 മൊഡ്യൂൾസ്, 3 മൊഡ്യൂൾസ് ഉള്ളവരൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കുറവായിരിക്കും B2 ഫുൾ മൊഡ്യൂളുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ഇന്ത്യയിലേക്ക് ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 2 മൊഡ്യൂൾസും പഠിച്ച് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക.